നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ നീക്കം തകർത്തതിനൊപ്പം തന്നെ പ്രത്യാക്രമണം നടത്തി ഇന്ത്യ പാകിസ്ഥാന് കനത്ത പ്രഹരമാണ് ഇന്നലെ രാത്രി മുതൽ നൽകിവരുന്നത്. പഞ്ചാബിലും ജമ്മുവിലും രാജസ്ഥാനിലും പാക് സൈന്യം നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വിജയകരമായി ചെറുത്ത് ശക്തമായി തിരിച്ചടിച്ച രാത്രിയാണ് കടന്നുപോയത്. യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര എന്ന വിളിപ്പേരുള്ള S-400. പാക് ഡ്രോണുകളെയും മിസൈലുകളെയും ഞൊടിയിടയിൽ തകർക്കുന്ന ഇന്ത്യയുടെ കവചം. S-400 സംവിധാനത്തിന്റെ സവിശേഷതകളും ഏറെയാണ്. ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യൻ നിർമ്മിതമായ S-400. 2014 ചൈനയാണ് ആദ്യമായി ഉപയോഗിച്ചത്. 40,000 കോടി രൂപ മുടക്കി 2018 ഒക്ടോബറിലാണ് റഷ്യയിൽ നിന്ന് 5 യൂണിറ്റ് S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാൻ കരാറായത്. 4 യൂണിറ്റുകൾ റഷ്യ കൈമാറി. 1 യൂണിറ്റിൽ 4 തരം മിസൈലുകളാണ് ഉള്ളത്. മിസൈലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ, എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവിമാനങ്ങളെ വരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വജ്രായുധം. ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സമയം 36 ആക്രമണങ്ങളെ വരെ S-400 ചെറുക്കും. S-400ലെ റഡാറിന് 600 കിലോമീറ്റർ പരിധിയുള്ളവയെ വരെ ട്രാക്ക് ചെയ്യാനും സാധിക്കും. ഇതുകൂടാതെ 400 കിലോമീറ്റർ പരിധിയിലുള്ളവയെ ലക്ഷ്യം വയ്ക്കാനും സാധിക്കുന്നതാണ്. ജമ്മു കാശ്മീരിലെ സാംബയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 7 ജെയ്ഷെ ഭീകരരെ സൈന്യം വധിച്ചു എന്ന വാർത്തയും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നതിനിടെയാണ് ജെയ്ഷെ ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഭീകരർ എത്തിയതെന്ന് BSF ജമ്മു എക്സിൽ കുറിച്ചു. ജമ്മുവിലെയും പഠാൻകോട്ടിലെയും ഉദ്ധംപൂറിലെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചുവെന്നും നീക്കം പരാജയപ്പെടുത്തിയെന്നും സൈന്യം വ്യക്തമാക്കി. ഇതിനിടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിലെ പ്രധാന സ്ഥലങ്ങളായ നിയന്ത്രണ രേഖയ്ക്ക് അന്താരാഷ്ട്ര അതിർത്തികൾ, പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം എന്നിവിടങ്ങളിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യൻ പൌരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനും ആശങ്ക സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു ഏകോപിത തെറ്റായ പ്രചാരണം ഓൺലൈനിൽ ഉയർന്നുവരുന്നുണ്ട്. ഇന്ത്യൻ അടിസ്ഥാന സൌകര്യങ്ങൾക്കോ സൈനിക ആസ്തികൾക്കോ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നതായി വ്യാജമായി അവകാശപ്പെടുന്ന പുതിയ വൈറൽ പോസ്റ്റുകളുടെയും വീഡിയോകളുടെയും കൂട്ടം വെള്ളിയാഴ്ച പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റുകളിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ ഹാൻഡിലുകളിൽ നിന്നാണ് വരുന്നത്. ATMകൾ അടച്ചുപൂട്ടുന്നത് മുതൽ വിമാനത്താവളങ്ങളിലെ സ്ഫോടനങ്ങൾ വരെ വ്യാജമായാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം വ്യാജ പോസ്റ്റുകളിൽ ആശങ്കപ്പെടരുത് എന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. ഇതിനിടെ ജമ്മു കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് 3 സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ അനുവദിച്ചു. ജമ്മു, ഉദ്ധംപൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സർവീസുകൾ. വ്യോമ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ പ്രദേശത്ത് കുടുങ്ങിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ സ്വന്തം സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനായാണ് പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചതെന്ന് റെയിൽവേ അറിയിച്ചു. അതിർത്തിയിലെ പാക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ ആശങ്കയേറിയതോടെയാണ് റെയിൽവേയുടെ നീക്കമുണ്ടായിട്ടുള്ളത്. IPL മത്സരത്തിനായി ധരംശാലയിലെത്തി കുടുങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് താരങ്ങളെ സുരക്ഷിതരായി തിരികെ എത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സൌകര്യം ഒരുക്കുമെന്ന് BCCIയും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. താരങ്ങളെ ഉനയിൽ നിന്നുമാകും ഡൽഹിയിലേക്ക് എത്തിക്കുന്നത്. കളിക്കാർക്ക് പുറമെ മാച്ച് ഒഫീഷ്യലുകൾ, സപ്പോർട്ട് സ്റ്റാഫുകൾ, ബ്രോഡ്കാസ്റ്റ് ക്രൂ എന്നിവരെയും ഈ ട്രെയിനിൽ ഡൽഹിയിൽ എത്തിക്കുന്നുണ്ട്. പാക് ആക്രമണത്തിന് പിന്നാലെ ധരംശാലയിലെ മത്സരം ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നു. മത്സരം 10 ഓവറുകൾ പിന്നിട്ട ശേഷമാണ് ഉപേക്ഷിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി, പെഷവാർ എന്നിവിടങ്ങളിൽ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങളും 50ഓളം ഡ്രോണുകളും 10ഓളം മിസൈലുകളും തകർത്തിട്ടുണ്ട്. 2 ചൈനീസ് നിർമ്മിത JF-17S, F-16 യുദ്ധവിമാനങ്ങളാണ് തകർത്തത്. പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. ഇതിനിടെ ജമ്മുവിലെ സാംബയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെ BSF വധിച്ചു. ഇതിനിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റ പിടിച്ചെടുത്തിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ബുധനാഴ്ച രാത്രി നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തികളിലും നടത്തിയ വലിയ തോതിലുള്ള കൌണ്ടർ ഡ്രോൺ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം 50ലധികം പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി NIA സ്ഥിരീകരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യൻ പ്രദേശത്തേക്ക് ഒന്നിലധികം ഡ്രോണുകൾ അയക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഉദ്ധംപൂർ, സാംബ, ജമ്മു,
അഗ്നൂർ, നഗ്രോട്ട, പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഡ്രോണുകളെ ലക്ഷ്യമിട്ട ഇന്ത്യൻ ആർമി വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ വേഗത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തികളിലും വിവിധ സ്ഥലങ്ങളിലേക്ക് ഡ്രോണുകൾ അയക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഉദ്ധംപൂർ, സാംബ, ജമ്മു, അഗ്നൂർ, നഗ്രോട്ട, പത്താൻകോട്ട് പ്രദേശങ്ങളിൽ ഇന്ത്യൻ ആർമി വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ നടത്തിയ വലിയ തോതിലുള്ള കൗണ്ടർ ഡ്രോൺ ഓപ്പറേഷനിൽ 50-ലധികം ഡ്രോണുകൾ വിജയകരമായി നിർവീര്യമാക്കിയെന്ന് വൃത്തങ്ങൾ ANIയോട് പറഞ്ഞിട്ടുണ്ട്. ഇതേസമയം പാക് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഇതിനിടെ ചണ്ഡീഗഡിൽ ഷെല്ലാക്രമണ മുന്നറിയിപ്പ് ലഭിച്ചതായും റിപ്പോർട്ടുണ്ട്. എയർ സൈറൺ മുഴങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി. വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചണ്ഡീഗഡിൽ കോളേജുകൾക്കും സ്കൂളുകൾക്കും നേരത്തെ തന്നെ അവധി നൽകിയിരുന്നു. അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ എല്ലാ ആശുപത്രികൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷ ശക്തമാക്കി. 100ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ റെയിൽവേ സ്റ്റേഷനിലുടനീളം വിന്യസിച്ചതായി നെല്ലൂർ റെയിൽവേ DSP മുരളീധരൻ പറഞ്ഞു. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അടക്കമുള്ള 6-അംഗ സംഘങ്ങളെ തിരിച്ചാണ് നിയോഗിച്ചിരിക്കുന്നത്. ഹോട്ടൽ, ബസ് സ്റ്റാൻഡ്, ലോഡ്ജുകളടക്കം പരിശോധിച്ചതായി DYSP അറിയിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഭരണതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഇതിനിടെ അസമിൽ നടക്കുന്ന ബിഹു ആഘോഷ പരിപാടികൾ റദ്ദാക്കി. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലെ 15 നഗരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന മിലിറ്ററി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഭുവനേശ്വർ വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സായുധ സംഘർഷത്തിനിടയിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്തു. അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ബട്ടിൻഡ, ചണ്ഡീഗഡ്, നൽ, ഫലോഡി, ഉത്തരലൈ, ഭുജ് എന്നിവയെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ സൈന്യം ഇന്നലെ രാത്രി ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തി. ലാഹോറിൽ പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനം നശിപ്പിക്കപ്പെട്ടു. ഇതേസമയം രാജസ്ഥാനും കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. ബാർമർ, ജയ്സാൽമർ, ബിക്കാനേർ, ശ്രീഗംഗാനഗർ, ജോധ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും രാത്രി ബ്ലാക്കൌട്ട് ആചരിച്ചു. അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർ നിയമ നടപടി നേരിടേണ്ടി വരും. ജമ്മു കാശ്മീർ സുരക്ഷിതമാണെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കി. ശ്രീനഗറിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പുലർച്ചെ 4 മണിക്ക് വീണ്ടും ജമ്മു കാശ്മീരിൽ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. പക്ഷേ എല്ലാത്തിനെയും തകർത്തുവെന്ന് ഇന്ത്യൻ സേന അറിയിച്ചു. മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലും പഞ്ചാബിലും ഉൾപ്പെടെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നാളെ വരെ ജമ്മുവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പ്. പത്താൻകോട്ടും രജൌരിയിലും ഉൾപ്പെടെ ചാവേർ ആക്രമണം ഉണ്ടായി എന്നത് ആർമി തള്ളി. സത്വാരി, സാംബ, RS-പുര, ആർണിയ സെക്ടറുകളിലേക്ക് പാകിസ്ഥാൻ 8 മിസൈലുകൾ തൊടുത്തുവെങ്കിലും വ്യോമസേന അവയെ നിലം തൊടാതെ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.